ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾ തമിഴിലൊക്കെ കണ്ടതുപോലെ ന്യൂസ് പേപ്പർ മാത്രം ഉപയോഗിച്ചിട്ടൊരു ബോട്ടിൽ ആർട്ട് വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വൈകിപ്പിക്കാതെ വീഡിയോയിലോട്ട് പോകാം. ഗായ്സ്, നമ്മൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള കുറച്ചൊരു ബോട്ടിൽ ആർട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഫസ്റ്റ് വൺ ഇതാണ്. ഇത് പിസ്ത ഷെല്ലാണ് കേട്ടോ. ഇത് പിസ്ത ഷെല്ലാണ്. ഇവിടെ റെഡ്, ഇവിടെ യെല്ലോ. ഇത് വേറെ ഫ്ലവേഴ്സാണ് കേട്ടോ. ഇത് റെഡിമെയ്ഡാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഞാൻ ത്രെഡ് വെച്ചിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് ഒരു സോഡാ കുപ്പിയിൽ ചെയ്തത് ഇവിടെയൊക്കെ ഫുൾ പോയി ഗൈസ്, ഫുൾ കൊളായി. അപ്പം ഇതാണ് അടുത്തത്. പിന്നെ അടുത്തത് ഞാൻ ചെയ്തത് ഒരു ഏപ്രിൽ ഫൂളിന് വേണ്ടിയിട്ട് ഏപ്രിൽ ഫൂളിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. 2022 തോന്നുന്നു. അപ്പം ഇതാണ് ഇത് ഹാപ്പി ഏപ്രിൽ ഫൂൾസ് ഡേ. അപ്പോൾ ഇതാ ഇവിടെ ഇങ്ങനെ ഞാൻ ത്രെഡ് വെച്ച് ചെയ്തിട്ടുണ്ട്. യെല്ലോ ആൻഡ് ബ്ലൂ, ലൈറ്റ് ബ്ലൂ കോംബോയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇന്ന് ഞാൻ ചെയ്യുന്ന ബോട്ടിൽ ആർട്ടിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഇങ്ങനത്തെ ഒരു കുപ്പി. ഇതിനകത്ത് സ്റ്റിക്കർ കുറേ ഉണ്ടായിരുന്നു. അത് ഞാൻ എങ്ങനെ കളഞ്ഞെന്ന് വെച്ചാൽ വെള്ളം അതിൻ്റെ മുകളിൽ ഒഴിച്ചുകൊണ്ട് വന്നിട്ട് പിന്നെ സ്ക്രബ്ബറില്ലേ അത് വെച്ച് ഉരച്ച് കൊടുത്തുകൊണ്ട് നിന്നിട്ടാണ് കേട്ടോ ഇത്രയും ഒരു ഇതില്ലാണ്ട് ഒരു കലയില്ലാണ്ട് നല്ല വൃത്തി പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമുക്ക് വേണ്ടതില്ല, ഒരു ബൗളിൽ നിറയെ വെള്ളമാണ്. ഞാൻ എൻ്റെ അടുത്ത് ചെറുതേ ഉള്ളൂ ഗൈസ് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ബൗള് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ട്രാൻസ്പെറൻ്റ് എടുത്തത്. നിങ്ങളത് വലുതുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും എടുക്കാം കേട്ടോ. അപ്പം അടുത്തത് നമ്മുടെ സ്ഥിരം സ്ഥിരം ആൾ അക്രിലിക് പെയിൻറ്റ്. ഇന്ന് ഞാൻ ഇവിടെ ബ്രൗൺ കളറും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇന്നത്തെ തരം നമ്മുടെ ബ്രഷല്ല, നമ്മുടെ സ്പോഞ്ചാണ്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് ഏതോ ജാമ്പവാൻ്റെ കാലത്തുള്ള സ്പോഞ്ചാണ് ഗൈസ്. എന്തായാലും നമുക്ക് കാര്യം നടന്നാൽ പോരെ. അപ്പോൾ നമുക്ക് ഇതെടുക്കാം. അപ്പോൾ നമുക്ക് നേരെ പണിയിലോട്ട് എടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മളിവിടെ എടുത്തിട്ടുള്ളത് നമ്മൾ കോമ്പിനേഷൻ ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. ഈ ഗ്രീനും റെഡും പിന്നെ ബ്ലാക്കും ആണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പെയിൻ്റ് അടിക്കാം. അപ്പോൾ ഗൈസ്, ഞാനിതാ ഈ കുപ്പി ഇതേപോലെ പറഞ്ഞുതരാം മൊമെൻറ്റ്. ഇവിടെ ഇങ്ങനെ കുറച്ച് ഗ്യാപ്പിട്ട് ഇവിടെയും ഗ്യാപ്പിട്ടിട്ട് ഞാൻ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് കുറച്ച് സമയം ഉണങ്ങാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഗൈസ്, ഞാനിതാ ഇത് ഫുള്ള് ഇവിടെ അടിപൊളിയായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ടാപ്പൊക്കെ പറിച്ച് കളഞ്ഞു. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യാനുള്ളത്, നമ്മൾ ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ടല്ലോ, അതിനകത്തേക്ക് ഞാൻ ന്യൂസ് പേപ്പറിൻ്റെ കാര്യം പറയാൻ മറന്നു ഗൈസ്. നമുക്ക് ന്യൂസ് പേപ്പേഴ്സ് എന്ത് ചെയ്യാം, ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഗൈസ്, ഞാൻ എന്താ പേപ്പറെല്ലാം നല്ല വെള്ളത്തിൽ നല്ലോണം കുതിർത്തിട്ട് ചെറിയ ചെറിയ പീസാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അത് അവിടെ നിന്ന് കുറച്ച് സമയം നമുക്ക് അങ്ങോട്ടേക്ക് വെക്കാം. ഓക്കെ, ഇനി അത് കുതിർന്നേറ്റ് നമുക്ക് ബാക്കി പരിപാടി ചെയ്യാം. ഗൈസ്, അത് അവിടെ നിന്ന് കുതിർന്നതിന് സമയം കൊണ്ട് നമുക്ക് ഒരു പേപ്പർ നീളത്തിൽ മുറിച്ചെടുത്തിട്ട് ഇതേപോലെ ചുരുട്ടി കൊടുക്കാം. ചുരുട്ടി കൊടുത്തിട്ട് കുറച്ചൊന്ന് ഈ ഒരു ഇതിൽ മുറിച്ചെടുക്കാം. കുറച്ചും കൂടി ചെറുതാക്കാം ഗൈസ്. ഓക്കെ, ഇതേപോലെ മുറിച്ചെടുത്തിട്ട് നമുക്ക് ഈ കുപ്പീൻ്റെ ഇവിടെ ഏറ്റൊരു ശിഖരം പോലെ വെച്ച് കൊടുക്കാം കേട്ടോ. ഇതേപോലെ ഒരു കുഞ്ഞു പീസും കൂടെ എടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ ശിഖരം മാതിരി ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഗൈസ്, ഞാനിതാ
ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കുറച്ച് സമയം അവിടെ നിന്ന് ഉണങ്ങട്ടെ. അതിന് മുന്നേ നമുക്കിതാ ഈ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചില്ലേ അത് ഒന്ന് പിഴിഞ്ഞ് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി എടുക്കാം കേട്ടോ. ഇതിങ്ങനെ കുഞ്ഞതായിട്ട് പിഴിഞ്ഞെടുത്ത് കുഞ്ഞു ബോൾസ് ആക്കുക കേട്ടോ. ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കുക. അപ്പോൾ ഞാനിത് ഫുൾ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് വരാം. അപ്പോൾ ഗൈസ് ഞാനിതാ ഇതേപോലെ കുറേ പേപ്പർ ബോൾസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അതിനെ നമുക്ക് നമ്മുടെ ബോട്ടിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഗൈസ് ഞാനിവിടെ നമ്മളെ കുപ്പിയിൽ ഇതേപോലെ എല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമുക്ക് ബ്രൗൺ കളറ് ഈ എല്ലാത്തിലും നമുക്ക് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഗൈസ് ഞാൻ ഫുൾ പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ അവിടെ നിന്നൊന്ന് മാറി. എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ക്ലിയർ കുറവാണ്. ഇവിടെ കുറച്ച് അത്യാവശ്യം ക്ലിയർ ഉണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ബോട്ടിൽ ആർട്ടിൻ്റെ ഫുൾ ഔട്ട്ഫിറ്റ്. ഇതാണ് നമ്മുടെ ബോട്ടിൽ ആർട്ടിൻ്റെ ഫുൾ ലുക്ക്. അപ്പം എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളും എന്തെങ്കിലും കുറ്റങ്ങളും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.